അപ്പോൾ ഹലോ, നമ്മൾ പുതിയൊരു ലൊക്കേഷൻ പിടിച്ചേക്കാണ് ഇന്ന് റിവ്യൂ, നമ്മുടെ പൊന്മാൻ പടത്തിൻ്റെ റിവ്യൂ. ഇതൊരു ഹിസ്റ്റോറിക് ഡൗൺ ടൗൺ ഏരിയ ആണ് കേട്ടോ. ജസ്റ്റ് ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടിയിട്ട് ഒന്ന് വന്നതാണ്. അപ്പോൾ ബേസിക്കലി പൊന്മാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ ഫൺ മൂവിയല്ല. ബേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫണ്ണാണെന്നാണല്ലോ എപ്പോഴും വിചാരിക്കുക. പക്ഷേ ഫണ്ണല്ല, ഇറ്റ്സ് എ സീരിയസ് ഡ്രാമ. പക്ഷേ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എൻഗേജിങ് ആണ് ഫുൾ ടൈം. സോ മറ്റേ ഇങ്ങനെ ടെൻഷൻ ബിൽഡിങ്ങും അങ്ങനത്തെ കുറേ ഇതൊക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഓൾസോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ലോങ് മൂവി. സോ അധികം ലെങ്ത് ഇല്ലാത്ത ഒരു ടൈമിൽ, മറ്റേ ഉള്ള ടൈമിൽ എല്ലാം കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു നിർത്തി ചെറിയൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി. അതും ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ബുക്ക്. ഓൾസോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ് 2 എന്നാണ് കേട്ടത്. സോ അതവർ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പടം കണ്ടിരിക്കാൻ എൻഗേജിങ് ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഉള്ള ഫീലിംഗാണ് പടം കഴിയുമ്പോൾ. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്ത് പോണത്. ഓവർ സ്റ്റോറിയിലോട്ട് പോകാണ്ട് പറയുകയാണെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവണ പോലത്തെ സ്വർണം, ഡൗറി, അങ്ങനത്തെ കാര്യങ്ങൾ ബേസ്ഡ് സംഭവങ്ങളാണ്. സോ അതിൻ്റെയൊക്കെ നമ്മുടെ റിയാലിറ്റി എനിക്കൊരു ടൈം പീരീഡ് പറഞ്ഞു വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എപ്പോഴാണ് എക്സാക്ട്ലി നടക്കണമെന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ഹിൻസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലം മുന്നേ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിലും ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞു വന്ന് ഞാൻ വിശ്വസിക്കണു. പക്ഷേ സ്റ്റിൽ അവിടുത്തെ കുറേ ഏരിയകളിൽ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ബേസ്ഡ് ആണ് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ. പിന്നെ പെർഫോമൻസസൊക്കെ എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ഇമോഷണൽ കണക്ഷൻ ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ദ ഹോൾ പോയിൻ്റ് ഓഫ് ദ മൂവി എയ്തർ. നമ്മൾ ആ ഇൻസിഡൻറ്റ് ബേസ്ഡ് ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നൊരു ടൈപ്പ് ഒരു തീമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ദേ ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. പിന്നെ നമ്മൾ പെർഫോമൻസസ് പറയുകയാണെങ്കിൽ ബേസിൽ ഓഫ് കോഴ്സ് മച്ചാൻ ഈസ് ഓൺ എ റോൾ. വീണ്ടും പറയണ പോലെ മച്ചാൻ ഇതിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ഫണ്ണി സംഭവമായിട്ട് കാണുന്ന കാര്യങ്ങൾ ഉള്ള ഇവൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഇതിൽ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് വേറൊരു രീതിക്കാണ്. മറ്റേ നമുക്ക് സ്ഥിരം അവൻ്റെ ചില എക്സ്പ്രഷൻസും ചില ആക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ അവൻ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് ചില സീരിയസ് സിറ്റുവേഷൻസിലും ഫ്രസ്ട്രേഷൻ കാണിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടാണ്. സോ അത് നമുക്ക് കാണാം, ബേസിലിൻ്റെ കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ എൻഹാൻസ് ആയിട്ടുണ്ട്. അത് ഈ ഡ്രാമയുടെയും ടെൻഷൻ്റെയൊക്കെ കാരണം കുറച്ചും കൂടെ എൻഹാൻസ് ആയിട്ട് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സോ മച്ചാൻ അത് ഞാൻ കുറേ പേരൊക്കെ പറയുന്നുണ്ട് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലെവൽ സംഭവം തന്നെയുണ്ട്. നമ്മൾ ചില സീനുകളൊക്കെ അവൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ട് ശരിയാണല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ വരും. നമുക്ക് ഫ്രസ്ട്രേഷനും ദേഷ്യവും മറ്റേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ചില സിറ്റുവേഷൻസിൽ. സോ ബേസിൽ അടിപൊളി. ലിജോ മോളാണെങ്കിലും പുള്ളിക്കാരിയും ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഇതിൽ ഞാൻ അതിലോട്ട് പിന്നെ വരാം. പക്ഷേ പുള്ളിക്കാരിയും ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീനുകൾ ഓവറായിട്ട് സ്പോയിലർ സെക്ഷനോട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലിജോ മോൾ പുള്ളിക്കാരുടെ ബ്രദർ, എനിക്ക് പേരറിയത്തില്ല. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനത്തെ ടീമുകൾ കാണുന്നുണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഒരു സംഭവം ആ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മച്ചാൻ നമ്മുടെ സജിൻ ഗോപു, അംബാൻ ബ്രോ ഓവർ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മച്ചാൻ. ഒരു ലെവലിങ്ങനെ നിൽക്കും, ആ ലെവലിൽ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. ആ സംഭവം മച്ചാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും. പിന്നെ ഇവരുടെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ പോലും നമ്മളെല്ലാം ഈ ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഇവരെല്ലാം റിയൽ സ്റ്റോറി ബേസ്ഡ് ആണ്, ബുക്ക് ബേസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും കൂടെ ആയിരിക്കും കുറേയും കൂടി ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടേഴ്സാണ് എല്ലാവരും. ഇപ്പോൾ നമ്മളാ ഗ്യാങ്ങിലെ ഓരോരുത്തരെയും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള പോലത്തെ ഒരു സെറ്റപ്പാണ്. ഈവൻ നമ്മളിപ്പോൾ ബേസിലിനെ പോലെ ഒരു നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ മറ്റേ അവൻ്റെ ഗ്യാങ്ങിലൊരു പുള്ളിയുണ്ട്, ഒരു മച്ചാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടാ സിഗരറ്റ് ഉണ്ടോ, സിറ്റുവേഷൻ പോലും അത് നോക്കാണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളത്. ഈ ചേട്ടൻ്റെ ബ്രദറിൻ്റെ സീൻ പറയുകയാണെങ്കിലും ലിജോമോളുടെ ബ്രദറിൻ്റെ സീനാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നാട്ടിൽ കണ്ടിട്ടുള്ള പോലത്തെ ബ്രോസാണ്. സോ ഓവറോൾ ക്യാരക്ടറൈസേഷൻസും എല്ലാവരുടെയും പെർഫോമൻസും ഭയങ്കര അടിപൊളിയായിരുന്നു. ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലുള്ളത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അത് എല്ലാം ഒരു ഗ്രേ ക്യാരക്ടേഴ്സാണ്. നമ്മൾ മറ്റേ ഇങ്ങനെ അവൻ നല്ലവൻ ഇവൻ കെട്ടവൻ എന്നുള്ള പറയുന്ന ലെവലല്ലാണ്ട് എല്ലാവരും ഗ്രേ ക്യാരക്ടേഴ്സാണ്. സോ അതിൻ്റെയും കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ലൈക്ക് റിയൽ പീപ്പിൾ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടാനുള്ളതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരു ഗ്രേ ക്യാരക്ടർ ആയതുകൊണ്ട്. നമ്മൾ എല്ലാ സിനിമകളിലും നല്ലവനായ നായകൻ മറ്റേ വില്ലൻ അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല. എല്ലാവരും നൈസ് വില്ലന്മാരാണെന്നുള്ള സെറ്റപ്പാണ് അതുണ്ട്. പിന്നെ ക്യാമറ വർക്കൊക്കെ ടെക്നിക്കൽ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ഇസ് ലൈക്ക് ഭയങ്കര നൈസ്. അതായത് നമ്മൾ ഭയങ്കര ജങ്കൻ ക്യാമറ വർക്കൊന്നുമല്ല, മറ്റേ
സാനു ജോൺ വർഗീസ് ആണ്. സോ ഭയങ്കര റിയലിസ്റ്റിക് ഫീലിംഗ് ആണ്. നമ്മൾ ശരിക്കും നമ്മൾ ആ ലൈഫിൽ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ്. നമ്മൾ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ചാടി വരുന്ന ക്യാമറ അങ്ങനത്തെ സംഭവം എന്നല്ലാതെ ഭയങ്കര സിമ്പിൾ ബട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത്. ഈവൻ ലൈറ്റിംഗ് ഒക്കെ ചില സീനുകളൊക്കെ നോക്കുമ്പോൾ നൈറ്റിൻ്റെ ലൈറ്റിങ്ങും സംഭവമൊക്കെ നോക്കുമ്പോൾ ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. മ്യൂസിക്കും ഇതേപോലെ തന്നെ ചില അങ്ങനെ ടെൻഷൻ ബിൽഡിങ് സീനിൽ ഭയങ്കര നൈസായിട്ട് നമുക്കിങ്ങനെ ഫീലിംഗ് വരുന്ന ടൈപ്പ് സെറ്റപ്പ് മ്യൂസിക്കാണ്. പക്ഷേ കുറേ പോയിൻറ്റ്സിൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര സിമ്പിൾ ഗോയിങ് ഓൺ വിത്ത് ദ ഫ്ലോ ഓഫ് ദ ഫിലിം. സോ അങ്ങനെ കുറേ നൈസ് സെറ്റപ്പുകളുണ്ട്. അങ്ങനെ മ്യൂസിക് നൈസാണ്. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഐ എൻജോയ്ഡ് ദ ഫിലിം. പക്ഷേ ഭയങ്കര മറ്റേ എൻ്റർടൈനിങ് ഒരു ലെവൽ സംഭവം ഉണ്ടെന്നൊന്നും വിചാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഡ്രാമയാണ് മെയിൻലി. പക്ഷേ ഇങ്ങനെ ടെൻഷനൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇമോഷണൽ സംഭവങ്ങൾ ഇതിനകത്ത് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല എന്ന് പറയുമ്പോഴും അതിനകത്ത് ഇമോഷണൽ സംഭവങ്ങൾ വരുമ്പോൾ നൈസാണ് സംഭവം. അവർ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്ക് ഇമോഷണൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇമോഷണൽ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റേ പഴയ ഡയലോഗ് പോലെയാണ്, എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് പറയണ പോലത്തെ ഒരു സെറ്റപ്പാണ് ബേസിക്കലി. ബിക്കോസ് അത് ഓവറായിട്ട് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോകും. പക്ഷേ ആ ഒരു യൂണിവേഴ്സൽ തീമാണ് ബേസിക്കലി ഇതിലും കുറേ കഴിയുമ്പോൾ എക്സ്പ്ലോർ ചെയ്യണേ. അങ്ങനെ ഓവറോൾ ഒരു നൈസ് മൂവി. ഐ എൻജോയ്ഡ് ഇറ്റ്. നിങ്ങളെന്തായാലും പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, ബൈ ബൈ.